ഹലോ, രാവിലെ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളൊന്നൊരു സ്ഥലം കാണാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നൊരു സംഭവമായിട്ടത്. ഒരു 1.5 മണിക്കൂർ നമുക്ക് യാത്ര ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ സ്റ്റേ ചെയ്ത ഇന്ന്. അപ്പോൾ ഇതൊരു ഗാർഡനാണ്, ബൊട്ടാണിക്കൽ ഗാർഡനാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എത്രയോ ഏക്കർ കണക്കിനാണ് കേട്ടോ ഈ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എലിഫൻറ്റിൻ്റെ ഒരു സവാരി ഉണ്ട് കേട്ടോ. എലിഫൻറ്റിന് ഫുഡ് കൊടുക്കുക, അവർ ആനവാല് അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ അത് വേറെ ഉണ്ട്. പിന്നെ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതൊരു വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്പോട്ടാണ് കേട്ടോ അത് വരുന്നത്. അവിടെ വെറൈറ്റി ചെടികളും പൂക്കളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. മേലേക്ക് ഇങ്ങനെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ സ്റ്റെയറൊക്കെ കയറിയിട്ട് ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എവിടെ. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ദൂരം നമുക്ക് നോക്കി കാണാനുള്ള ഇതുണ്ട് കേട്ടോ. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഏരിയയിലാണ് കേട്ടോ ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേൾഡിൽ തന്നെ 10 ഗാർഡനിൽ ഒരു ഗാർഡൻ ഇതാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു തായ്ലാൻഡിൻ്റെ പ്രാചീന നൃത്ത രൂപങ്ങളൊക്കെയാണ് തോന്നുന്നു. എനിക്കത് വല്ലാണ്ട് മനസ്സിലായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എലിഫൻറ്റ് ഷോയ്ക്ക് കയറി കേട്ടോ. എലിഫൻറ്റിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം, എലിഫൻറ്റിന് നമുക്ക് ഫീഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഷോയിലാണെങ്കിൽ എലിഫൻറ്റ് പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കും പോയി ആനകളൊക്കെ ആണെങ്കിൽ ഇതിനോട് ഒരു ആപ്റ്റായിട്ടുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ഇങ്ങനെ പേടിയൊന്നും തോന്നില്ല കേട്ടോ ആനേനെ കണ്ടാൽ. അപ്പോൾ ഈ ഗാർഡൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് നടന്നല്ല കേട്ടോ നമ്മൾ കാണുക, ഒരു മിനി ബസ് പോലെ ഒരു സംഭവമുണ്ട്. ഇതിലാട്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുക. പക്ഷെ നമുക്കിത് നടന്ന് കണ്ടാലൊന്നും നമുക്ക് 2-3 ദിവസം എടുത്താലും ഇത് തീരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ കുറച്ചായപ്പോൾ തന്നെ കുട്ടികളൊക്കെ ആകെ, നമുക്ക് ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നല്ല ചൂടായിരുന്നു. അപ്പോൾ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് കുട്ടികളൊക്കെ ആകെ ചടച്ചു. ബൈ ബൈ.